ഹലോ, ഇന്ന് നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോകുന്ന. അത് കഴിഞ്ഞ് കുറച്ച് ഷോപ്പിങ്ങും ഉണ്ട്. അപ്പോൾ നമ്മൾ വേഗം മിലാനോയിലാണ് പോയത്. അവിടെ എത്തിയാൽ ആദ്യം തന്നെ ഇവർ ഈ ഐസിൻ്റെ സ്ഥലത്തേക്കാണ് പോവുക. ഐസ് വാങ്ങുന്നിടത്ത് പോയി അപ്പോൾ ആദ്യം തന്നെ അവന് വേണ്ടുന്ന ഐസൊക്കെ വാങ്ങി വെച്ചിട്ടാണ് അവൻ അനങ്ങാണ്ടിരുന്നത്. ആദ്യമായിട്ട് അവനൊരു ഹോട്ടലിൽ പോയിട്ട് വൃത്തിക്ക് ഇരുന്നിട്ട് കഴിക്കുന്നത്. അല്ല എങ്കിൽ എപ്പോഴും എന്തെങ്കിലും ബാക്കിക്കൊണ്ടിരിക്കും. ഇതിപ്പോൾ നക്ഷേൻ്റെ അവൻ്റെത് മാറി മാറി കഴിക്കുന്നതായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് നക്ഷക്കും പ്രസൂണിനും പിസ്സ വാങ്ങി, ഞാൻ ഒരു സ്പെഗറ്റിയും വാങ്ങി. അത് വരുന്ന വരെ ഇവരെ യുദ്ധമായിരുന്നു. അത് വരുന്നവർ ഈ ഐസും കൊണ്ടുള്ള കളി തന്നെയായിരുന്നു. പിന്നെ ഫുഡൊക്കെ വന്ന് നമ്മൾ കഴിക്കാനൊക്കെ തുടങ്ങി. നക്ഷേൻ്റെയും പ്രസൂണിൻ്റെയും മോശമായിരുന്നു, പക്ഷേ എൻ്റെ സ്പെഗറ്റി അടിപൊളിയായിരുന്നു. അത് വന്നേ പിന്നെ എല്ലാവരും അതിൽ കൈയിടാൻ തുടങ്ങി. അത് കഴിഞ്ഞ് അപ്പൂൻ്റെ പ്ലേറ്റായിരുന്നു കാണേണ്ടിയിരുന്നത്. എല്ലാം കൂടി ഒരുമിച്ച് ഐസും സ്പെഗറ്റിയും പിസിയും എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് ഒരു പ്ലേറ്റിലിരുന്ന് തിന്നുന്നു. ഓരോരുക്കൊക്കെ അതിൽ കുത്തി തിന്നുന്നേയും കണ്ടിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഒരു ജ്യൂസൊക്കെ കുടിച്ച് പിന്നെ നമ്മൾ പോകാൻ ഇറങ്ങുമ്പോഴേക്ക് കുറച്ച് ബിസ്ക്കറ്റ് വാങ്ങാമെന്ന് വിചാരിച്ചു അവിടെ നിന്ന് തന്നെ. അപ്പോൾ നമ്മൾ ബിസ്ക്കറ്റൊക്കെ വാങ്ങി. അപ്പോഴേക്കും ഒരാൾ ഐസ് വിട്ട ഐസ്ക്രീം പുതിയത് കൈക്കലാക്കി. പിന്നെ നമ്മൾ മോളിലേക്ക് വിട്ടു. പ്രസൂണിനൊരു ഷർട്ടും നക്ഷക്കൊരു ഫ്രോക്കും വാങ്ങാനായിരുന്നു. അപ്പോൾ വേഗം പ്രസൂണിൻ്റെ ഷർട്ടിനോടെ ആ ട്രയൽ റൂമിൻ്റെ അവസ്ഥ ചെയ്ത് എന്നെ കടിച്ചു പറിക്കുന്നതായിരുന്നു അവൻ. അത് കഴിഞ്ഞ് നക്ഷക്ക് ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി പോയി. നക്ഷക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഞാൻ വാങ്ങിക്കൊടുക്കാത്തതുകൊണ്ട് അവൾ അങ്ങനെ ഇരിക്കുന്നത്. പിന്നെ മിനീസോ പോയി ഏച്ചിക്ക് സാനിറ്റൈസർ വാങ്ങാണ്ടായിരുന്നു. നക്ഷ ഈ ഒരു സാധനത്തിന് വേണ്ടി കരഞ്ഞു. അതിന് 800 റുപ്പീസ് ആയിട്ട് വാങ്ങിക്കൊടുത്തില്ല. പിന്നെ അപ്പോൾ ആണെങ്കിൽ ചോക്ലേറ്റ് അപ്പോഴത്തേക്ക് ഒപ്പിക്കുമ്പോഴേക്ക് അച്ഛൻ വന്ന് നക്ഷ ആ ടോയും കൈക്കലാക്കിയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ വേഗം വീട്ടിലേക്ക് പോകുന്ന വഴിയായിരുന്നു. നക്ഷ പോകുന്ന വഴിക്ക് തന്നെ ടോയ് ഓപ്പൺ ചെയ്തു. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ടോയ് ആയിരിക്കും പോലും, സർപ്രൈസ് ഗിഫ്റ്റോ അങ്ങനെ എന്തോ ആയത്. അതിന് 650 റുപ്പീസ് ഉണ്ടായിരുന്നു. 800 കുറച്ച് 650ലേക്ക് എത്തിയിരുന്നു. എന്നിട്ട് അതിന്ന് കിട്ടിയൊരു ടോയ് നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷേങ്കിൽ വീട്ടിലെത്തുമ്പോഴേക്ക് അപ്പോൾ അതിനെ കൊണ്ട് ഫുള്ള് എറിഞ്ഞ് കളിയായിരുന്നു. വീട്ടിലെത്തി പിന്നെ ചായയൊക്കെ കുടിച്ച്. നല്ല ബിസ്ക്കറ്റായിരുന്നു. ആൽമണ്ട് ബിസ്ക്കറ്റും വീറ്റ് ബിസ്ക്കറ്റും രണ്ടും നല്ല രസമുണ്ടായിരുന്നു. തീർന്ന വഴി അറിഞ്ഞിട്ടില്ല. അതും ചായയെല്ലാം കുടിച്ച് പിന്നെ അവിടുന്ന് കുറച്ച് ചോക്ലേറ്റ് വാങ്ങിയിന്. ഈ ഷെൽ ചോക്ലേറ്റ് ഇല്ലേ, പെബിൾസ് അതുപോലത്തെ, മറ്റേ ഗൾഫിൽ നിന്ന് കിട്ടുന്ന പെബിൾസ് അല്ല, ഇത് വേറെ തന്നെ ആൽമണ്ട് കോട്ടഡ് ആയിട്ട് ഭയങ്കര ടേസ്റ്റായിരുന്നു. പിന്നെ ഡിന്നറിന് ചപ്പാത്തിയും കറിയൊക്കെ കഴിച്ചിട്ട് ആ ദിവസം കഴിഞ്ഞു.